ഇനി അവസാന ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ മനോഹരമായ ഒരു നാടകം ആണ് ഇനി അവസാനമായിട്ട് അവതരിപ്പിക്കാൻ പോകുന്നത്. ജീസസ് യൂത്തിൽ വളർന്നു വരുന്ന അല്ലെങ്കിൽ വളർന്നുകൊണ്ടിരിക്കുന്ന കലാകാരന്മാർ അവതരിപ്പിക്കുന്ന മനോഹരമായ ഒരു നാടകമാണ്. നിങ്ങൾക്കത് സാമൂഹ്യ നാടകമായി എടുക്കാം, അല്ലാതെയും എടുക്കാം. നാടകത്തിന്റെ പേര് പലരും കേട്ടിട്ടുണ്ടോ? എന്താണ് നാടകത്തിന്റെ പേര്? പര്യാവർത്തനം. നാടകത്തിന്റെ പേര് പര്യാവർത്തനം. എന്താണ് പര്യാവർത്തനം എന്ന വാക്കിന്റെ അർത്ഥം? നല്ല ആവർത്തനം. എന്തോ നമ്മൾ സംഭവിച്ചത് പിന്നീട് അതിനേക്കാൾ മനോഹരമായി ആവർത്തിക്കപ്പെടുക, അതാണ് ആ വാക്കിന്റെ അർത്ഥം. സഹൃദയരെ, കലാസ്നേഹികളെ, ഏവർക്കും വിശുദ്ധ തോമാസ് ലീഹയുടെ തിരുനാൾ മംഗളങ്ങൾ നേരുന്നു. ജീസസ് യൂത്ത് ബഹ്റിൻ അഭിമാന പുരസ്സരം അവതരിപ്പിക്കുന്നു പര്യാവർത്തനം. നാടകരചന സംവിധാനം ബോണി ജോസ് ചിറ്റാട്ടുകര. അടുത്ത ഒരു ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുന്നു. എന്റെ ഗുരുവിനെ കണ്ടോ? എന്റെ ഗുരുവിനെ കണ്ടോ? എന്റെ ഗുരുവിനെ കണ്ടോ? ഹേ യൂദാസ്, കേവലം 30 വെള്ളിക്കാശിന് വേണ്ടി നീ ഒറ്റിക്കൊടുത്ത നസ്രയനായ ഈശോയെ അവരിതാ കുരിശിൽ തറച്ചു കൊല്ലാൻ കൊണ്ടുപോകുന്നു. എന്ത്? എന്റെ ഗുരു, എന്റെ ഗുരുവിനെ, എന്റെ ഗുരുവിനെ അവർ കൊല്ലാൻ കൊണ്ടുപോയെന്നോ? അയ്യോ! ഈ യൂദാസ് എന്തൊരു പാപിയ! സ്നേഹം മാത്രം നൽകിയ എന്റെ പ്രിയപ്പെട്ട ഗുരുവിനെ അധികാരത്തിന് വേണ്ടി, അല്പം പണത്തിന് വേണ്ടി ഞാൻ കൊല്ലാൻ കൊടുത്തുന്നോ? അയ്യോ! ഞാനിനി എന്തു ചെയ്യും? എന്റെ ഗുരു, എന്റെ ഗുരു! യൂദാസ്, യൂദാസ്, ആരാണ് നീ? ആരാണ് നീ? ഞാൻ നിന്റെ മനസാക്ഷി. എന്റെ മനസാക്ഷിയോ? എന്താ എന്താ നിനക്ക് വേണ്ടത്? ആരാ നിന്റെ ഗുരുവിന്റെ കൊലയാളി? ഞാനല്ല എന്റെ ഗുരുവിന്റെ കൊലയാളി. നിന്റെ മനസാക്ഷി നിന്നോട് പറയുന്നു, നിന്റെ ഗുരുവിന്റെ കൊലയാളി അത് നീ തന്നെയാണ്. അല്ല, അല്ല, അത് ഞാനല്ല. അതെ, 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 അത് ഞാനാണ് എന്റെ ഗുരുവിന്റെ കൊലയാളി. അതെ, അത് ഞാൻ തന്നെ. യൂദാസ്, നിന്റെ പാപത്തിന്റെ പരിഹാരമായി അതാ ആ മരത്തിൽ തൂങ്ങിക്കിടക്കുന്ന കയർ നിന്നെ മാടി വിളിക്കുന്നു. ചൊല്ലു യൂദാസ്, ചെല്ലു. അതെ, ആ കയർ
ആ കയർ എന്നെയാണ് മാടി വിളിക്കുന്നത്. അതെന്നെയാണ്. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ? ഗലീലയിലെ കടൽ തീരമേ, നിനക്ക് വിട. നശിച്ച ഈ ജന്മം നൽകിയ ജെറുസലേമേ, നിനക്ക് വിട. ഹേ മൃത്യുലോകത്തിന്റെ സന്തതികളെ, നിങ്ങൾക്ക് വിട, നിങ്ങൾക്ക് വിട. രക്ഷകനാ യേശുവിനെ നീ കൈവിട്ടതെന്തിനു മനുജാ? രക്ഷകനാ യേശുവിനെ നീ കൈവിട്ടതെന്തിനു മനുജാ? 30 വെള്ളി നാണയത്തേക്കാൾ ചെറുതാക്കിയോ ദൈവപുത്രനെ നീ? നിത്യജീവനേകാൻ വന്ന ഈശോയെ കൈവിട്ടതെന്തേ നീ? ഹേ മനുജാ, ഹേ മനുജാ, നീ ഈശോയെ കൈവെടിഞ്ഞോ? Good evening, everyone. Welcome to our annual staff party. Is everyone having a good time? The management is very pleased to announce that our company has achieved 80% sales growth in the last financial year. And the man behind this wonderful achievement, can anyone guess? Yes, it is none other than Mr. John Matthew. I would like to call on stage Mr. John Matthew to receive this award. Ladies and gentlemen, let's all give him a loud round of applause. पुदीना देगा नाका नागिना देगा चिकनी चमेली देखी चिकना कमीना देगा चांदनी चिडर होके चीट किया तो सारे तारे बोले गिली गिली अक्खा मेरी बात तेरी बात ज्यादा बातें बुरी बात थाली में कटोरा लेकर आलू भात मूड़ी भात मेरे भी जो किसी ने रिपीट किया तो साला मैंने तेरे मुंह पे मारा मुक्का भला
बदतमीज दिल बदतमीज दिल बदतमीज दिल माने ना बदतमीज दिल बदतमीज दिल बदतमीज दिल माने ना ये जो हाल है सवाल है कमाल है जाने ना बदतमीज दिल बदतमीज दिल बदतमीज दिल माने ना അളിയെ സമ്മതിച്ച്. അല്ല, എനിക്കിത് നേരത്തെ അറിയാമായിരുന്നു. പിന്നെ ചെലവിയാണ് കേട്ടോ. ആ നീ പറയടാ, എന്നാ വേണേലും നമുക്ക് ചെയ്യാം. കാറ്, ഫ്ലാറ്റ്, ഓലക്കട മൂട്, രക്ഷപ്പെട്ടളിയാ. നിന്റെയൊക്കെ കീഴെ പണിയെടുക്കാനായിരിക്കും നമ്മുടെയൊക്കെ ഒരു വിധി. മതി മതി കേട്ടോ, നീ അങ്ങ് ഓവറാക്കി ചളവാക്കല്ലേ. അയ്യോ എടാ, എനിക്ക് പോണം കേട്ടോ. അല്ലെ നിനക്ക് എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാവോ? ഞാൻ ആദ്യമായിട്ടാ ഇങ്ങനെ. അതൊന്നും കുഴപ്പമില്ലടേ. ഈ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ അതത്ര ചീള് കേസൊന്നും അല്ലളിയ. നീ ഇതുകൂടി കഴിക്ക്. മതിയടേ മതി, ഞാൻ ഇപ്പം തന്നെ കുറച്ച് ഓവറാ. എടാ നീ വരുന്നുണ്ടോ? അവിടെ എൻ്റെ പെണ്ണ് തനിച്ചാ. അയ്യാ നീ നോക്കിയേ, ഞാൻ ഓക്കെ അല്ലേ? ഓക്കെ അയാ ഓക്കെ. എടാ ദേ, നിനക്ക് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയാവോ? ഞാൻ അതിൻ്റെ ഒരു സന്തോഷം കൊണ്ട് കുടിച്ചു പോയതാടാ. അയ്യാ നീ ഓക്കെ അല്ലേ? ഞാൻ ഓക്കെ ആണ് കേട്ടോ. ഐ ആം ഓക്കെ, ഐ ആം ഓക്കെ. ഓക്കെ. എനിക്ക് രണ്ടെണ്ണം വിട്ട ഭയങ്കര കൺട്രോളാണ്. എന്താണെന്നറിയില്ല. എന്തായാലും നീ വാ. എന്താ ഇത്? എന്താ പറ്റി അലക്സി? ഒന്നുമില്ല. എന്താ പറ്റി എന്റെ ചൈന? പേടിക്കാനൊന്നുമില്ലെന്നേ, ഒരിത്തിരി സന്തോഷം കൂടിപ്പോയതാ. അലക്സി എന്താ പറ്റി? ഒന്ന് തെളിച്ച് പറയുന്നുണ്ടോ? എന്താ പറ്റി എന്റെ ചൈന? ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. ഒന്നുമില്ല. അല്ല, അതിപ്പോ മനുഷ്യന് സന്തോഷം വന്നാ പിന്നെ എന്നാ പറയാനാ? അതിനിങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. എന്താ ഇപ്പൊ പെട്ടെന്ന്? എന്റെ ചൈന എന്താ പറ്റിയേ? അതോ, കമ്പനി ഇവന്റ് പ്രൊമോഷൻ കൊടുത്തു. അല്ല, അത് ഇത്ര വലിയ പുലിവാലാകുമെന്ന് ആരെങ്കിലും കരുതിയോ? താൻ വിഷമിക്കണ്ട, ഇത് ഞാനിപ്പോൾ ശരിയാക്കി തരാമെന്നേ. സ്വപ്ന, താൻ പോയി ഇത്തിരി വെള്ളം എടുത്തോണ്ട് വന്നേ. അല്ല, ഇതെന്താ ഇന്ന് സ്വപ്നയുടെ പിറന്നാളാ? കേക്ക്, നല്ല സ്റ്റൈലൻ ഡ്രസ്സ്. ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. അത് പറ, അതാണ് ഇവന്റെ കൺട്രോൾ പോയത്. ഇന്ന് നേരത്തെ വരാന്നും പള്ളിയിൽ പോകാന്നും പറഞ്ഞതാ. ആഹാ, എന്നിട്ടാണോ? എടാ യോണിക്കുട്ടി, ഒന്ന് എഴുന്നേറ്റടാ. നല്ലൊരു ദിവസമായിട്ട് അവൻ കിടക്കുന്ന കിടപ്പ് കണ്ടില്ല. ഇതാ വെള്ളം. ആ, ഓ, ഇവനിന്ന് പൊങ്ങുമെന്ന് തോന്നുന്നില്ല. എന്ത് കീറലായിരുന്നു. താനൊരു ടവൽ എടുത്തോണ്ട് വന്ന് അവന്റെ മുഖമൊക്കെ ഒന്ന് തുടച്ചേ. അല്ലടോ, അവന് വേണ്ടെങ്കിൽ വേണ്ട, എനിക്കെന്തായാലും ഇതിൽ നിന്നൊരു കഷ്ണം വേണം. അത് ഇച്ചായൻ. ഏയ്, അതൊന്നും സാരമില്ലെന്നേ.
ഇവനിന്ന് എഴുന്നേറ്റ് ഇത് കട്ട് ചെയ്യുമെന്ന് താൻ വിചാരിക്കണ്ട. നല്ലൊരു ദിവസമായിട്ട് എങ്ങനെയാ ഇതൊന്ന് കഴിക്കാതെ പോകുന്നേ? ഇയാൾ പോയി ഒരു കത്തി ഇങ്ങെടുത്തുണ്ടോ? George, good morning. ആ മോർണിംഗ് മോർണിംഗ്. ആ എടാ അലക്സി, എവിടേക്കാടാ ഈ പായുന്നേ? ഒന്ന് നിന്നേ, ഒരു കാര്യം ചോദിക്കാനുണ്ട്. എടാ ഞാൻ ഒരു ക്ലയൻറ്റ്. എടാ സത്യത്തിൽ ഇന്നലെ എന്താ സംഭവിച്ചത്? നീ എന്താ പറയുന്നേ? എടാ അതെ, ആക്ച്വലി ഇന്നലെ ഞാനങ്ങ് ഓവറായിപ്പോയി. അതുകൊണ്ടാ. എടാ ഇന്നലെ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അതിൻ്റെ കൂടെ പ്രൊമോഷനും. സന്തോഷം അടക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ എല്ലാം കൂടെ ആകെ ചളവായി. ആക്ച്വലി നമ്മൾ ഇന്നലെ എപ്പോഴാണ് വീട്ടിലെത്തിയത്? ഒന്നും പറയണ്ട. സത്യത്തിൽ നിനക്ക് വീട്ടിൽ ചെന്നൊരു സർപ്രൈസ് തരാമെന്ന് വിചാരിച്ചതായിരുന്നു. ഇപ്പോൾ എല്ലാം ആകെ പ്രശ്നമായി. ഞാൻ വീട്ടിൽ വാങ്ങി വെച്ചിരുന്ന കേക്ക് അവൾ വലിച്ചെറിഞ്ഞ്. സ്വപ്നയാണെങ്കിൽ ആകെ ചൂടില്ല. എടാ അതെ, നമുക്കിന്നൊരു പാർട്ടി പ്ലാൻ ചെയ്താലോ? അവിടെ മൂടൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയാ. അല്ല ജോണേ, അത് വേണോ? എനിക്കെന്തോ അവളെ ഫേസ് ചെയ്യാനൊരു മടി. എടാ അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാനല്ലേ? അതെ അതെ. എന്നാലും നീ ഇവരെയൊക്കെ വിളിക്കുന്നുണ്ടോ? പിന്നെ ഞാൻ എല്ലാവരെയും വിളിക്കാം. നീ കാര്യങ്ങളൊക്കെ വേഗം ഒന്ന് ശരിയാക്കിയാൽ മതി. Hey Hira, how are you? I'm fine. How about you? Hira, today I'm celebrating our first wedding anniversary. Oh, congrats. Thank you. Let's celebrate this. Inviting you to the party tonight at my home. Please come, okay? Wow, that's nice, dude. I'll be there. We will all celebrate this together. അല്ല ജോണേ, നീ സ്വപ്നയോട് സംസാരിച്ചോ? പിന്നെ അതൊക്കെ ശരിയാ. പക്ഷേ ഞാനെല്ലാം സെറ്റപ്പാക്കി വന്നിട്ട് പിന്നെ ഒരുമാതിരി സീനുണ്ടാക്കല്ലേ? അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. നീ കാര്യങ്ങളൊക്കെ ശരിയാക്കിയാൽ മതി. ഓക്കെ, എങ്കിൽ നമുക്ക് വൈകിട്ട് കാണാം. ബൈ. Hey, how are you? I'm good. Hi, congrats. Happy anniversary. Thank you, dear. Thank you. How are you? അല്ല ജോണേ, എല്ലാവരും ആയെങ്കിൽ അപ്പം നമുക്ക് ഈ കേക്ക് കട്ട് ചെയ്താലോ? Congratulations and celebrations when I tell everyone that Congratulations. Hey guys, let's make this party alive. Come on, let's dance.
Hey, John, we are leaving now. Thanks for this great party. Stay blessed. Good night. And see you tomorrow. Nice meeting you. We will keep in touch, okay? Take care. Bye. Leaving now. Okay. Take care. Bye. അളിയാ, എങ്ങനെ ഉണ്ടായിരുന്നു അളിയാ പരിപാടി? ഇത്ര സൂപ്പറാവുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. അല്ല, നമ്മുടെ ഹീര തകർത്തല്ലേ? എൻ്റെ അളിയാ, നിനക്കെന്താ ഇതിൽ സന്തോഷമില്ലാത്ത? നീ ഒന്നും കഴിച്ചില്ലല്ലോ. ഇന്നലെ ഓവറായതുകൊണ്ടാണോ? അതാദ്യമായതുകൊണ്ടല്ലേ? അല്ല, അളിയ സ്വപ്നം എവിടെ പോയി? അപ്പോൾ വെഡിങ് ആനിവേഴ്സറി ഒരു തീരുമാനമായി. ഇനി പ്രൊമോഷൻ എപ്പോഴാ? അല്ല, ഞാൻ വന്നപ്പോൾ ഒരു ശ്രദ്ധിക്കുക, രണ്ടാൾക്കും എന്താ ഒരു മ്ലാനത? നിങ്ങളുടെ പിണക്കം ഇതുവരെ മാറിയില്ലേ? അവളെവിടെ? സ്വപ്നേ, അല്ല നീ ഇതങ്ങ് പിടിപ്പിച്ചേ, ആ മൂടങ്ങ് മാറട്ടെ. നിനക്കിനിയും മതിയായില്ലടാ ചെറ്റെ. ഞാനൊരു പൊട്ടനാണെന്ന് കരുതി നീ അല്ലേ? കൂടെ നിന്ന് ചതിക്കാനും മാത്രം ഞാൻ നിന്നോട് എന്ത് തെറ്റാടാ ചെയ്തത്? പറയടാ, പറയാൻ. ജോൺ, നിനക്കെന്താ ജോൺ? നിനക്കൊന്നും അറിയില്ലല്ലേ? ഇത് നിനക്കുള്ള പാർട്ടിയാ, ഞങ്ങളുടെ കുടുംബം നശിപ്പിച്ചതിനുള്ള പാർട്ടി, നിന്റെ അവസാനത്തെ പാർട്ടി. ഇനി നീ ജീവിക്കണ്ട, ഇനി നീ ആരെയും നശിപ്പിക്കണ്ട. നിന്നെ ഇന്ന് ഞാൻ ഇല്ല, മാറടി. ഇവനെ ഇന്ന് തീർക്കും ഞാൻ. ജോൺ, ഇവനൊന്നും ജീവിക്കരുത്. മാറാൻ വിട്. ഇവനെയൊക്കെ വെറുതെ വിട്ട ദൈവം പോലും ക്ഷമിക്കില്ല. മാറി നിൽക്കും ഇവനെ. നിന്നെ ഇന്ന് ഞാൻ എന്നോട് കാണിച്ചത് ഒരു പെണ്ണിനെ സഹിക്കാനാവുന്നതല്ല. എങ്കിലും ഇത് ഞാൻ ക്ഷമിക്കുന്നു. എന്റെ ഇച്ഛായിന് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി. നിന്നെ ഇന്ന് ഞാൻ മോളെ, നിനക്ക് എങ്ങനെ ഇത് പറ്റുന്നു മോളെ? ആ പാപിയെ കൊന്നുകൊണ്ട് നമ്മുടെ ജീവിതം നശിപ്പിക്കണ്ട ചായ. എനിക്ക് എന്റെ ചായന വേണം. എന്നെ മനസ്സിലാക്കുന്ന എന്റെ ചായന എനിക്ക് വേണം. നാശം. നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ എത്ര നേരമായി ട്രൈ ചെയ്യുന്നു. എന്താ? ദേ, മോള് ട്യൂഷൻ കഴിഞ്ഞ് ഇതുവരെ എത്തിയിട്ടില്ല. നിങ്ങൾ ഒന്ന് ചെന്ന് അന്വേഷിച്ചേ. ഓ നാശം. എവിടെ പോകാനാ? നീ അവിടെ എങ്ങനെ പോയി നോക്ക്. അയ്യോ, എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ? എന്റെ കൊച്ചിന് എന്തു പറ്റി? അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? എല്ലാം നശിച്ചില്ലേ? അലക്സി, അലക്സി. ആരാണത്? ആരാണ്? ഞാൻ നിന്റെ മനസാക്ഷി. എന്ത് മനസാക്ഷിയോ? എന്താ? എന്ത് വേണം നിനക്ക്? നീ നിന്റെ സുഹൃത്തിനെ വഞ്ചിക്കുകയും
അവന്റെ കുടുംബം നശിപ്പിക്കുകയും ചെയ്തല്ലേ? ഇല്ല ഇല്ല. നൈമിഷികമായ സുഖത്തിനു വേണ്ടി നീ നിന്നെ തന്നെ അശുദ്ധനാക്കുകയും നിന്നെ വിശ്വസിച്ച് കഴിയുന്ന കുടുംബത്തെ വഞ്ചിക്കുകയും ചെയ്തിരിക്കുന്നു. ഇല്ല ഇല്ല. പോ പോ ശബ്ദമേ, പോ. അലക്സി, നീ ചെയ്ത പാപം എത്ര വലുതാണെന്ന് നീ മനസ്സിലാക്കിയിരിക്കുന്നു. എന്നാൽ പശ്ചാത്തപിക്കാൻ നിനക്കിപ്പോഴും കഴിയുന്നില്ല. ഇല്ല, ഞാൻ എന്തിനു പശ്ചാത്തപിക്കണം? എനിക്കിനി ഒന്നും നോക്കാനില്ല. എന്റെ ജോലി, കുടുംബം എല്ലാം തകരും. രണ്ടിനെയും വകവരുത്തണം. ഇനി അവർ ജീവിച്ചിരുന്നാൽ അത് അപകടമാണ്. അലക്സി, നീ വീണ്ടും തെറ്റിലേക്ക് പോകുന്നു. പാപത്തിന്റെ പടുകുഴിയിലേക്ക് എടുത്തു ചാടുന്നു. അരുത്, അരുത്. പശ്ചാത്താപത്തോടെ, പാപബോധത്തോടെ ജീവിതത്തിലേക്ക് വാ, ജീവിതത്തിലേക്ക് വാ. ഹോ, നിർത്താൻ. കൊല്ലും ഞാൻ രണ്ടിനെയും. കൊല്ലും. എന്ത്? അയ്യോ, എന്റെ മോളെ! അയ്യോ 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 അയ്യോ, എന്റെ മോളെ! അയ്യോ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ മോളെ. അയ്യോ, ഞാൻ ചെയ്ത പാപത്തിന്റെ ഫലം. ഇല്ല, എന്റെ മോള്! ഇല്ല, ഞാനിനി ജീവിച്ചിരുന്നുകൂടാ. രണ്ടായിരം വർഷമായി ലോകം ഒറ്റുകാരനെന്ന് മുദ്ര വെച്ചവനാണ് ഞാൻ. അനുതാപത്തിലേക്കും പശ്ചാത്താപത്തിലേക്കും പോകാതെ കുറ്റബോധത്തിന് വഴിപ്പെട്ട് ജീവനൊടുക്കിയവനായ ഈ യൂദാസ്. എന്നാൽ ജനമേ, നിങ്ങൾ കുംഭസാരവും കൂദാശകളും പ്രാർത്ഥനകളും നിങ്ങൾക്കുണ്ടായിട്ടും എന്തേ ജനമേ പുതിയ യൂദാസ്മാർ ജനിക്കുന്നു? നിങ്ങൾ കേട്ടിട്ടില്ലേ, അനുതപിക്കുന്ന ഒരു പാപിയെ നോക്കി സ്വർഗരാജ്യം സന്തോഷിക്കുന്നുവെന്ന്? അനുതപിക്കൂ, പശ്ചാത്തപിക്കൂ, ദൈവമക്കളാകൂ. ഇല്ല, യൂദാസിന് ഇനി തിരുത്താനൊരു അവസരമില്ല. തൂക്കുമരങ്ങളെ, നിങ്ങൾക്ക് വിട. കൊലക്കയറുകളെ, നിങ്ങൾക്ക് വിട. അന്ധകാര ശക്തികളെ, നിങ്ങൾക്ക് വിട. തിരിച്ചുവരവിന്നാഘോഷം, ഇതു ദൈവത്തിനാഘോഷം, ഇതു സ്വർഗത്തിലാഘോഷം, ഇതു മർത്യർക്കാഘോഷം. ഹനിച്ചിടാനൊരുങ്ങിടും ജീവൻ രക്ഷയായി തീരട്ടെ.
മർത്യനുപകാരമായി മാറട്ടെ. പാപബോധത്തെ ദൂരയകറ്റ പശ്ചാത്തപിച്ചിടാം, ഇനി പാപം വെടിഞ്ഞിടാം. പര്യാവർത്തനം, ഇതു പര്യാവർത്തനം, പര്യവസാനം, ഇനി പര്യവസാനം. പര്യാവർത്തനം, ഇതു പര്യാവർത്തനം, പര്യവസാനം, ഇനി പര്യവസാനം. നിങ്ങൾക്കായി ഈ മനോഹരമായ നാടകം അവതരിപ്പിച്ച ജീസസാണ്. ആരും പോകരുത്. രാത്രിയിലൂടെ നറുക്കെടുപ്പ് നടക്കാനുള്ളതുകൊണ്ട് എല്ലാവരും അത് കഴിഞ്ഞേ പോകാവൂ. ഇതിന് പിന്നണിയിൽ പ്രവർത്തിച്ച കഥാപാത്രങ്ങളും വേഷമിട്ടവരും: അലക്സി, രാജേഷ് പുരയം, ജോൺ, ഷിജി പീറ്റർ, സ്വപ്ന, വിനി വിൻസെന്റ്, യൂദാസ്, പ്രിൻസ് സെബാസ്റ്റ്യൻ, സാത്താനായ യേശുദാസ് സണ്ണി, സാത്താൻ കൂട്ടങ്ങളായിട്ട് വേഷമിട്ടത് ടോം മാത്യു, മെവിൻ, അവതാരിക ടാനിയ ജോൺസൺ, സെക്രട്ടറി അനു ജോസ്, ഓഫീസ് അസിസ്റ്റന്റ് അനിൽ, ഡാൻസേഴ്സ് ക്ലിൻഡോ വൃന്ദ വർഗീസ്, കയഫസ് ദീപു, ഭടന്മാർ ജോസ്പോൾ നവീൻ, അറബി മത്തായി, മാനേജർ വിൽസൺ ചീരൻ, സാങ്കേതിക സഹായം നിർവഹിച്ചവര് ലൈറ്റ് ആൻഡ് സൗണ്ട് ചന്ദ്രൻ വിളയാട്ടൂർ, സൗണ്ട് വിനോദ് ഫിലിപ്പ് മാർട്ടിൻ, രംഗസജ്ജീകരണം ദിനേശ് മാവൂർ ആൻഡ് ടീം, മേക്കപ്പ് സജീവൻ കണ്ണപുരം, ശബ്ദലേഖനം കപിൽ രഞ്ജിത്ത് അമ്പാൻ സ്പാക് സ്റ്റുഡിയോ, മനോഹരമായ സംഗീതം ഒരുക്കിയത് ജോളി ജോസഫ്, രചന ആലാപനം അബ്രഹാം ജോസഫ്, സംവിധാന മേൽനോട്ടം മിസ്റ്റർ സണ്ണി ഐരൂർ. പ്രത്യേക നന്ദി ബിജോയ് പോൾ, ജോയൽ ജോസ്. നാടകരചന സംവിധാനം നിർവഹിച്ചത് നിറഞ്ഞ കൈയോടെ നമുക്ക് സ്വീകരിക്കാം മിസ്റ്റർ ബോണി ജോസ് ചിറ്റാട്ടുകര. ഇതിന്റെ പിന്നണിയിൽ ഏറ്റവും അധികം പ്രവർത്തിച്ച സണ്ണി ചേട്ടനെ ഏറ്റവും സ്നേഹത്തോടെ ഒരു നിറഞ്ഞ കൈയടി. ഏറ്റവും മനോഹരമായി